അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി.ജെ.പി. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മുൻ നേതാവ് അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെയാണ് കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിച്ചത്. സ്ഥാനാർത്ഥിത്വത്തിന് പിന്നാലെ മോഹൻ ജോർജിനെ കേരള കോൺഗ്രസിൽ നിന്നും പുറത്താക്കി. നിലമ്പൂരിൽ ബി.ഡി.ജെ.എസ് സ്ഥാനാർത്ഥി വരുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് ബി.ജെ.പിയുടെ സർപ്രൈസ് എൻട്രി. കേരള കോൺഗ്രസ് മുൻ നേതാവും മാർത്തോമ കൗൺസിൽ അംഗവുമായ അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെയാണ് കേന്ദ്ര നേതൃത്വം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. 4 പതിറ്റാണ്ടായി നിലമ്പൂരിലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ നിറസാന്നിധ്യമാണ് മോഹൻ ജോർജ് എന്നാണ് ബി.ജെ.പിയുടെ അവകാശവാദം. ബി.ജെ.പി അംഗത്വം എടുത്തിട്ടില്ലെന്നും എല്ലാ ക്രൈസ്തവ സഭാ വിഭാഗങ്ങളിൽ നിന്നും പിന്തുണ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മോഹൻ ജോർജ് പറഞ്ഞു. ബി.ജെ.പി നല്ല പാർട്ടിയാണ്. കേരള കോൺഗ്രസ് ഒന്നും കേരളത്തിനും ഭാവിയില്ല. അതിന്റെ കാലം കഴിയാനായല്ലോ. അത് തിരിച്ചറിഞ്ഞിട്ടാണ് ബി.ജെ.പി. തീർച്ചയായിട്ടും ഉറുമ്പിന്റെ തലയാകുന്നതിനേക്കാളും നല്ലത് ആനയുടെ പാലാകുകയാണ്. ബി.ജെ.പി വലിയ പാർട്ടിയാണ്. അതിന്റെ ഒരു മെമ്പർഷിപ്പ് മതി കേരള കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിത്വം ഉള്ളത് നല്ലതാണ്. രണ്ട് കരുത്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. അവരെ കുറിച്ചിട്ട് എല്ലാവരും കരുത്തരാക്കുന്ന ജനങ്ങളല്ലേ. ജനങ്ങളാണ് ആൾ കരുത്തരാക്കുന്നത്. അല്ല, ആരും ജനിച്ചു വരുമ്പോഴൊന്നും കരുത്തരാകുന്നില്ല. നിർണായക ഘട്ടത്തിൽ മോഹൻ ജോർജ് വഞ്ചിച്ചെന്നും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അറിയിച്ചു. എന്നാൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയെ ഡെപ്യൂട്ടേഷനിൽ വിട്ടിരിക്കുകയാണ് യു.ഡി.എഫ് എന്ന ആരോപണവുമായി കേരള കോൺഗ്രസ് എം രംഗത്തെത്തി. ഐക്യ ജനാധിപത്യ മുന്നണി എന്ന പേരിൽ ഒരു മുന്നണി ഉണ്ടോ എന്ന് ജോസ് കെ മാണി പരിഹസിച്ചു. ഇന്ന് ഐക്യ ജനാധിപത്യ മുന്നണി വളരെയധികം പ്രഖ്യാപനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. പല കാര്യങ്ങൾ പറയുന്നു, ഒന്നും ശരിയാവില്ല. ഇന്ന് കേരളത്തിൽ അങ്ങനെ ഒരു മുന്നണി ഉണ്ടോ? ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞൊരു മുന്നണി. മോൻസ് ജോസഫ് ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടിയിൽ മോഹൻ ജോർജ് വേദി പങ്കിട്ട ചിത്രവും കേരള കോൺഗ്രസ് എം പുറത്തുവിട്ടു. സ്ഥാനാർത്ഥി നിർണയത്തിൽ ബി.ജെ.പിയുമായി അഭിപ്രായ വ്യത്യാസമില്ലെന്നും എല്ലാവരും ചേർന്നാണ് തീരുമാനമെടുത്തതെന്നും ബി.ഡി.ജെ.എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി പ്രതികരിച്ചു. 6-8 മാസമേ ഉള്ളൂ പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് പോകാനുള്ള സമയം. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഇലക്ഷനിൽ നമ്മുടെ സ്ഥാനാർത്ഥി നിർത്തണ്ട എന്നുള്ളതാണ് അന്നത്തെ തീരുമാനം എടുത്തത് പൊതുവേ കേട്ടോ. പിന്നെ ചില ആളുകൾ അന്ന് നമ്മൾ മത്സരിക്കണം എന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളത് പൊതുവായി ഞങ്ങൾ ആലോചിച്ച ശേഷം അത് വേണ്ട എന്നുള്ള തീരുമാനം ഞങ്ങൾ ഓൺലൈൻ മീറ്റിംഗ് കൂടി എടുക്കുകയും ചെയ്തിരുന്നു. അത് ബി.ജെ.പി അറിയിച്ചു. ഒരു മലയോര കർഷകനായിട്ടുള്ള ഒരാളെ തന്നെ ലോക്കലായിട്ട് വെക്കണം എന്നുള്ള തീരുമാന അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ നേര് വരികയും അത് അംഗീകരിക്കുകയും ചെയ്യുകയുണ്ടായത്. സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് മുന്നണി മര്യാദ പാലിക്കാതെയാണെന്ന് വി.എസ്.ഡി.പി നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.